സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FEൻ്റെ സെപ്റ്റംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ബാറ്ററിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല, ബാറ്ററി ലൈഫ് എത്ര കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സെപ്റ്റംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഫോൺ നന്നായിട്ട് ലാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേമാതിരി നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അതേമാതിരി എൻ്റെ യൂസേജിൽ എനിക്ക് സാധാരണ ഇതിൽ ഒരു 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിരുന്നു. പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് 2 hours അല്ലെങ്കിൽ 2.5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ നോർമൽ ടാസ്ക് ചെയ്യുമ്പോഴും നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതേമാതിരി പെട്ടെന്ന് ബാറ്ററിയും കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ ബാക്കപ്പ് ചെയ്തിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് നന്നായിട്ട് ഹാർഡ് റീസെറ്റ് ചെയ്തു. S21 FE. പിന്നെ ബാറ്ററി ലൈഫ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ 2 ദിവസം മുമ്പെയാണ് ഞാൻ ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ബാറ്ററി പാറ്റേൺസ് ഒന്നും പഠിക്കണത്. എൻ്റെ യൂസേജിൻ്റെ അനുസരിച്ച് ബാറ്ററി പാറ്റേൺസ് പഠിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്കിതിൻ്റെ ബാറ്ററി ലൈഫ് എത്രയാണ് കിട്ടുന്നത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്യില്ല, ഒരു ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഞാൻ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യണതാണ്. ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം, ഇല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ഇടാം. ഓക്കെ, ഇത് നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഫോൺ സെപ്റ്റംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് കാണാൻ കിട്ടില്ല. നേരത്തെ ഒരു നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് ഈ ഹാർഡ് റീസെറ്റ് ചെയ്തപ്പോൾ. അതേമാതിരി പെർഫോമൻസിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞില്ലേ, നന്നായിട്ട് ലാഗ് ഉണ്ടായിരുന്നു ഫോണിന്ന്. പക്ഷേ ഈ ഹാർഡ് റീസെറ്റ് ചെയ്തപ്പോൾ അത് സോൾവ് ആയി. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ആഗസ്റ്റിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നില്ലേ, അപ്പോൾ നല്ല സ്മൂത്തായിട്ടായിരുന്നു എൻ്റെ ഫോൺ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ സെപ്റ്റംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവിടെ ചെറുതായിട്ട് ലാഗ് അവിടെ ഇവിടെയൊക്കെ എനിക്ക് കാണാൻ കിട്ടുന്നുണ്ട്. പണ്ടത്തെ ആ സ്മൂത്ത്നെസ് ഇപ്പോൾ എനിക്ക് തോന്നിക്കുന്നില്ല എൻ്റെ S21 FEയിൽ. ഇനിയിപ്പോൾ അടുത്ത നെറ്റ്വർക്ക് ഇഷ്യൂ ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല അവർ. ഇപ്പം ഞാൻ ജിയോൻ്റെ സിമ്മ് യൂസ് ചെയ്യുമ്പോൾ എയർടെലിൻ്റെ സിമ്മ് യൂസ് ചെയ്ത് നോക്കി, രണ്ടിലും എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ്. 4G നെറ്റ്വർക്ക് ആയിക്കോട്ടെ 5G നെറ്റ്വർക്ക് ആയിക്കോട്ടെ ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നെറ്റ്വർക്ക് ഇഷ്യൂ ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല ഈ അപ്ഡേറ്റിലും. ഇനിയിപ്പോൾ ക്യാമറയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും വരുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറച്ചും കൂടി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ആ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നല്ലോ, ആ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്ക് കിട്ടണില്ല. അതിപ്പോൾ ഞാൻ 32 MP എടുത്ത് നോക്കി, 12 MP എടുത്ത് നോക്കി, എനിക്ക് ആ ഡീറ്റെയിൽസിൽ ചെറുതായിട്ട് കുറവ് തോന്നിക്കുന്നുണ്ട്. അതേമാതിരി ടെലിഫോട്ടോ ലെൻസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ ഉണ്ടല്ലോ, വൈഡ് ആംഗിൾ ക്യാമറ, അതിൽ ഞാൻ ചെറുതായിട്ട് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ചെറിയൊരു ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുമ്പോൾ നന്നായിട്ട് ഗ്രെയിനി ആയിട്ടുള്ള ഇമേജസാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഫോട്ടോസൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രെയിനി ഇമേജസാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ മെയിൻ ക്യാമറ ആയിക്കോട്ടെ. ടെലിഫോട്ടോ ലെൻസിനെ പറ്റി ഇപ്പോൾ എനിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് പണ്ട് തന്നെ അവർ നശിപ്പിച്ചു. ഓക്കെ, ബാറ്ററിനെ പറ്റി ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞില്ലേ, ബാറ്ററി ലൈഫ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരാഴ്ച കഴിയട്ടെ, ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം, ഇല്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം എത്രയാണ് എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നത് ഈ സെപ്റ്റംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ. കൺക്ലൂഷൻ പറയാമെന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അടുത്ത മാസം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമല്ലോ, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അത് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം. വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടോ അതോ ഇന്നും കൂടി ഡൗൺഗ്രേഡ് ആക്കിയിട്ടുണ്ടോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ മറ്റോരോ വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കുക, അവരെന്തൊക്കെയാണ് പറയണതെന്ന്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത് വിത്ത് മൈ സാംസങ് ഗാലക്സി S21 FE. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.